ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് US സംഘം നാളെ ഡൽഹിയിലെത്തും. കരാറിന്റെ ആദ്യ ഘട്ടം നവംബറിൽ ഒപ്പിടും എന്നതാണ് റിപ്പോർട്ടുകൾ. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്ത്യ അമേരിക്ക ബന്ധം അതിങ്ങനെ വളരെ സംഘർഷഭരിതമായി പോയി പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. വീണ്ടും വ്യാപാര കരാറിലേക്ക് സജീവമായി ചർച്ചകളിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നാളെ പുലർച്ചെ US ചീഫ് നെഗോഷിയേറ്റർ, അതായത് വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന സ്റ്റീവൻ ചാൾസ് വിറ്റ്കോഫ് നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. ഇന്ത്യ US ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ 6ാം വട്ട ചർച്ചകളായിരിക്കും നാളെ ഡൽഹിയിൽ നടക്കുക. അതായത് ഓഗസ്റ്റ് 25-ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ വലിയ തോതിൽ അമേരിക്ക ഇന്ത്യ ബന്ധം വഷളായതിനെ തുടർന്ന് ഈ ചർച്ച നീട്ടിവെക്കുകയായിരുന്നു. ഇന്ത്യ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഏകദേശം 2030 കൂടി $500 ബില്യൺ വ്യാപാരമാണ്. നിലവിൽ $191 ബില്യൺ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കര വ്യാപാരമുള്ളത്. ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്നുള്ള വിഷയങ്ങൾ മറികടന്നാണ് നാളെ വീണ്ടും ചർച്ച ഡൽഹിയിൽ നടക്കുന്നത്. പ്രധാനമായും അമേരിക്ക ആവശ്യപ്പെടുന്നത് ചോളം, അതുപോലെ സോയാബീൻസ്, ആപ്പിള്, ആൽമണ്ട്സ്, അതുപോലെ എത്തനോൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ തീരുവ കുറയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്ന്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ട്രേഡ് സെക്രട്ടറി തന്നെ പരസ്യമായി ആരോപണം ഉന്നയിച്ചത് 140 കോടി ജനങ്ങളുള്ള രാജ്യം ഒരു കെട്ട് ചോളം പോലും അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയും അതോടൊപ്പം ക്ഷീരോത്പാദന മേഖലയും തുറന്നു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായും കാർഷിക ക്ഷീരോത്പാദന മേഖലയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇതിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമായിരിക്കും.